മറ്റൊരു വിഷയം, ചേലക്കരയിലെ കാട്ടാനപ്പേടിയിലാണ് ജനങ്ങൾ. സംസ്ഥാനത്തുടനീളം വ്യാപകമായ വന്യജീവി ആക്രമണമാണ്. ഒരു നടപടിയും ചെറുവിരൽ അനക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത്. മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണ്. ഒന്നും ചെയ്യില്ല. ആ വനം വകുപ്പ് മന്ത്രി ഒരു കാര്യവും ചെയ്യില്ല. ചെറുവിരൽ അനക്കില്ല. മരിച്ചെങ്കിൽ ഉള്ള നഷ്ടപരിഹാരം കൊടുക്കുക. ഇതാണ് ലൈൻ. പ്രതിരോധിക്കാനുള്ള ഒരു മാർഗങ്ങളും അവലംബിക്കുന്നില്ല. ഒരു പ്രതിരോധ മാർഗം, അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള പ്രതിരോധവും ഇല്ല. മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങളുമില്ല. കേരളത്തിലെ വന്യജീവി സംഘർഷം, വന്യജീവി ആക്രമണം എങ്ങനെ നേരിടാൻ പറ്റും എന്ന് കേരളത്തിലെ പ്രതിപക്ഷം UDF ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പോവുകയാണ്. ഞങ്ങൾ കാണിച്ചു തരാം എന്തെല്ലാം നടപടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന്. കേരളത്തിലെ വനം വകുപ്പും ഈ വനം മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ നടത്താൻ പോവാണ്, വർക്ക്ഷോപ്പ് നടത്താൻ പോവാം. സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്, ഇതിനൊരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനും KPCC പ്രസിഡൻറ്റും കൂടി ഡൽഹിയിൽ പോയി, അവിടെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. മുതിർന്ന നേതാക്കളാണ്, MP മാർ. അപ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ 2 ദിവസം എടുത്ത് അവരുമായിട്ട് വിശദമായി സംസാരിച്ചു, അവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടി. ഇനിയിപ്പോൾ അത് ക്രോഡീകരിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്നത് പരിഹരിക്കും. അതല്ല ഒരു സംഘടനാപരമായ കാര്യങ്ങളാണ്. ഞാനത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. അതിനകത്ത് ഒരു അനൗചിത്യമുണ്ട്. നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു.